കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ഈ ഒരു ദിവസം അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. പുലർച്ചെ ഗണപതി ഹോമം തുടർന്നു, ഇപ്പോഴും ഗണപതി ഹോമം ആരംഭിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നല്ല തിരക്കാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ എത്തി പൂജയും വഴിപാടുകളും നടത്തിയ ശേഷമാണ് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അവർ വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് എല്ലാ ചടങ്ങുകൾക്കും തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വരനായി ഒരു ദിവസം മാറ്റിവെക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാര പെരുമയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്ര പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പഴമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ക്ഷേത്രം അതിൻ്റെ ഒരു ഐതിഹ്യ പെരുമയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ ആചാരങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തി ഗണപതി ഭഗവാന് ആവശ്യമായ നിവേദ്യങ്ങളും അല്ലെങ്കിൽ ചടങ്ങുകളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് എല്ലാ ചടങ്ങുകൾക്കും അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിലെ എല്ലാ പുതിയ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. വിഘ്നേശ്വരനെ തൊഴുത് മടങ്ങുന്ന എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും അകറ്റി ഒരു നല്ല ജീവിതത്തിലേക്ക് ഒരു തുടക്കം കുറിക്കുന്നതിന് കൂടിയാണ് ഈ ഒരു ദിവസം ഭക്തജനങ്ങൾ മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങൾക്കും ഈ ഒരു വിഘ്നേശ്വരനെ സാക്ഷി നിർത്തി വിഘ്നേശ്വര ഭഗവാന്റെ എല്ലാ വിഘ്നങ്ങളും മാറ്റിക്കൊണ്ടുള്ള ഒരു ചടങ്ങുകളിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഈ ഒരു ദിവസത്തിൽ എല്ലാ ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ദിവസം ഏറെ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പഴമയിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ തന്നെയും ഇത്തരത്തിൽ ഒരു ഭക്തജന തിരക്ക് എല്ലാ തവണയും ഈ ഒരു ദിവസം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ ഈ അമ്പലത്തിൽ ഭഗവാന്റെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇവിടെ ഇന്ന് വിശേഷാൽ മഹാഗണപതി പൂജയും വിശേഷാൽ പൂജകളുമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ പങ്കുചേരാനാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വിനായകന്റെ ജന്മദിനമാണ് നമ്മൾ ഇത്തരത്തിൽ ഈ വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ചതുർത്ഥി ദിനത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഇത്തരത്തിൽ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് സർവാഭിഷ്ടങ്ങളും അതായത് എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൃത്യമായ വ്രതത്തോടെ ഒരിക്കലെടുത്ത് ഇന്ന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദേവനെ സന്ദർശിക്കാനെത്തും. അങ്ങനെ ചെയ്താൽ ഈ ഒരു വർഷക്കാലം മുഴുവനും അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ദിവസം എല്ലാ കാര്യങ്ങളിലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇന്നു മുതൽ ഈ ഗണപതിയുടെ വിഗ്രഹങ്ങൾ, അതായത് കളിമണ്ണിൽ തീർത്ത വിഗ്രഹങ്ങളാണ് പ്രധാനമായും ഇത്തരത്തിൽ പൂജിച്ചു തുടങ്ങുക. സെപ്റ്റംബർ 1-ാം തീയതി നടക്കുന്ന വലിയ ആഘോഷയാത്രയിൽ ഈ വിഗ്രഹങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിൽ നിമജ്ജനം ചെയ്യും. ഈ ഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് ആന എഴുന്നള്ളിപ്പുണ്ട്, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ട്. വൈകുന്നേരമാണ് ചടങ്ങുള്ളത്. ഇന്ന് മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേക വഴിപാടുകളും പൂജകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് തേങ്ങ ഉടയ്ക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ് ഇത്തരത്തിലെ തേങ്ങ ഉടയ്ക്കൽ എന്ന് പറയുന്നത്. ഇന്ന് കലശാഭിഷേകവും മറ്റ് വിശേഷാൽ പൂജകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത മദ്രാസ് റെജിമെന്റിന്റെ കീഴിലുള്ള ഗണപതി ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടെയുള്ളത്. കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മദ്രാസ് റെജിമെന്റിന്റെ ഭാഗത്തു നിന്നും സൈനികരുടെ വലിയ സുരക്ഷയും രാവിലെ മുതൽ ഇവിടെയുണ്ട്.